ഷിൻചാനുമില്ല ചോപ്പുമില്ലാത്ത അവസ്ഥയിലപ്പം ഞാൻ. ആഹാ, എനിക്കിവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ആ പെനി വൈസ് എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റുമോ ഇവിടേക്ക്? ഇന്നത്തേക്ക് 7 ദിവസം കഴിഞ്ഞിരിക്കുക ഞാനിങ്ങനെ ഇവിടെ കിടക്കുന്നു, ഭക്ഷണം കഴിക്കാതെ. എനിക്ക് വയ്യാതെയായി. ആ ഷിൻചാൻ്റെ അവസ്ഥ ഇപ്പം എന്തായിരിക്കുമാവോ? എടാ ഫ്രാങ്കി മോനെ, ഞാൻ വന്നുവിടാ, ഞാൻ വന്നു. നിന്നെ കടിച്ചു മുറിച്ച് തിന്നാൻ ഞാൻ വന്നു. ഇത് തന്നെയാ നീ എല്ലാ ദിവസവും പറയുന്നേ. ഇന്നെങ്കിലും മാറ്റം വേണം. മാറ്റം ഞാൻ തരാടാ. നീ എന്ത് കാണിച്ചിട്ടും കാര്യമില്ലടാ. നീ എൻ്റെ ചോപ്പിനെ വശത്താക്കി. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് അറിഞ്ഞാ നിന്നെ കൊല്ലും. എന്നെ കൊല്ലുമെന്ന് പറ്റണ പണി പറയടാ, പറ്റണ പണി. പറ്റണ പണിയാടാ ഞാൻ പറയുന്നേ. ഞാൻ പിന്നെന്താ പറയുന്നേ? നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല. നീ കഴിഞ്ഞടാ, കഴിഞ്ഞു. നിന്റെ ജീവിതം തന്നെ കഴിഞ്ഞടാ. നീ എന്നെ എന്ത് ചെയ്യാനാ? ഞാൻ നിന്റെ ചോപ്പിനെ വശത്താക്കി. നീ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. നിന്റെ അന്ത്യം വരാനിരിക്കുന്നുള്ളൂ. നീ എന്ത് കാണിച്ചിട്ടും നീയും കാര്യമില്ലടാ. നീ എന്ത് ചെയ്യാനാ? ഞാൻ പോട്ടെ, എനിക്ക് ഇനിയും കുറച്ച് ജോലികളുണ്ട്. വാടാ ചോപ്പേ എൻ്റെ പിന്നാലെ. ഞാൻ എല്ലാരെയും കടിച്ചു തിന്നും. ഞാൻ അത്രയ്ക്കും ക്രൂരനാണ്. ആഹാ, ഇവിടെ ഇപ്പം ആരുമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് മുങ്ങണം. ആഹാ, ഇവിടെ എന്തെങ്കിലും എനിക്ക് വല്ല ആവശ്യമുള്ള സാധനം കിട്ടുവാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടുമായിരുന്നു. ഒരു കത്തി പോലും ഇല്ലല്ലോ എൻ്റെ ദൈവമേ. ഞാൻ ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറയൂ. ഓഹോ, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റി. തുറക്ക് വാതിൽ, തുറക്ക്. എന്നെ കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. ആ കത്തി ഇതെനിക്ക് ആവശ്യം വരും കയ്യിൽ. ആ പെനി വൈസിനെ നേരിട്ട് കണ്ട അവനെ തീർത്ത് കളയാനായിട്ട്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മുങ്ങാൻ പറ്റിയ സ്ഥലം കാണണം. ഓഹോ, ഇവിടെ അടച്ചിട്ടോ കാണല്ലോ. ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാ? ആഹാ, ഇവിടെ ഒന്നുമില്ല എന്നാ തോന്നുന്നേ. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. എനിക്കെൻ്റെ വീട്ടിലേക്ക് തിരിച്ച് എങ്ങനെയെങ്കിലും എത്തണം. എനിക്ക് എൻ്റെ ഷിൻചാൻ എങ്ങനെയെങ്കിലും നോക്കാം. ഷിൻചാനും മൈക്കിളൊക്കെ. ഷിൻചാൻ്റെ വീട്ടിൽ ആരുമില്ല. മൈക്കിളുടെ വീട്ടിൽ പോയി കാണും ഷിൻചാൻ. ഉറപ്പായിട്ടും മൈക്കിളുടെ വീട്ടിലായിരിക്കും. ഇവിടെ ഒന്നുമില്ല രക്ഷപ്പെടാൻ പറ്റിയിട്ട്. ഞാനിനി ഇവിടുന്ന് എങ്ങനെയാ രക്ഷപ്പെടുക? ഇവിടെ ഒന്നും ഇല്ലല്ലോ എൻ്റെ ദൈവമേ. ഞാനിനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുവാനാ? ആഹാ, ഞാനിനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇവിടെ ഒന്നും ഒരു വഴിയില്ലല്ലോ. ആഹാ, ഇവിടുന്ന് പുറത്തു പോകുന്ന വഴി എനിക്ക് കിട്ടി. എനിക്കിനി ഒരു കാറ് വേണം. പിന്നെ എൻ്റെ കയ്യിലൊരു ഗണ്ണ് കൂടി വന്നാ ആ ക്ലൗണിനെ ഞാൻ കൊന്ന് അവൻ്റെ രക്തം. സോറി, എന്നോട് ക്ഷമിക്കണം ചേട്ടാ. ചേട്ടൻ്റെ വണ്ടി ഞാൻ എടുത്തിരിക്കുന്നു. ആഹാ, എനിക്ക് വേഗം സ്പോട്ടിലേക്ക് എത്തണം. അവൻ വേറൊരാളെയും കൂടി പിടിച്ചു കൊണ്ടുപോകുന്നേക്കാളും മുപ്പാടെ എനിക്ക് അവനെ തടയണം. അവനിന്ന് അവൻ്റെ ഇരയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ഞാൻ അതിന് സമ്മതിക്കില്ല. അവൻ്റെ ഇരയെ പിടിക്കാൻ വേണ്ടി റെഡിയായി. ആഹാ, അവിടെ ഒരു വണ്ടിയല്ലേ പോകുന്നേ? ഓ, ആ വണ്ടി ആക്സിഡൻ്റ് ആയിരിക്കുക. ഇതെന്തായാലും ആ പെനി വൈസിൻ്റെ പ്ലാൻ ആയിരിക്കും. ആ വണ്ടി ആക്സിഡൻ്റ് ആയ അവന് ആ വണ്ടിയിലെ ആൾക്കാർ എങ്ങനെയെങ്കിലും അവൻ്റെ വശത്താക്കാലോ. ചേട്ടാ നിൽക്ക്, ഞാൻ പറയുന്ന കേൾക്ക്. നിങ്ങൾ അങ്ങോട്ട് പോകരുത്. നിങ്ങൾ എൻ്റെ വണ്ടിയിൽ കയറ്. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്ഥലത്തേക്ക് ആക്കി തരാം. നീ ഏതാടാ പയ്യനെ? ഞങ്ങളുടേതായിട്ടുള്ള വഴിയിൽ പൊക്കോളാം. നീ ആരാ? നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ചേട്ടാ. എന്ത് മനസ്സിലാവുക? ഞങ്ങളിവിടെ ഇന്നോളാം. നീ ഏതാണെങ്കിലും പോയ പോലീസിനെ വിളിക്കുന്നേക്കാളും പാട് ഒരു സഹായം ഇപ്പോഴത്തെ കാലത്തൊരു മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. നിനക്ക് വേണമെങ്കിൽ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് എന്താ അന്വേഷിക്കാൻ അറിയില്ലേ? ആഹാ, നിങ്ങൾ ചതിയില്ല നിങ്ങൾ പെടാൻ പോകുന്നത്. ഇതൊരു ജോക്കറിൻ്റെ ചതിയാ. ഒരാൾ ലിഫ്റ്റ് ചെന്നാലും നിങ്ങളത് മേടിക്കരുത്. ഞാൻ പറയുന്ന കേൾക്ക്. ലിഫ്റ്റൊന്നും കയറില്ലേ, എൻ്റെ വണ്ടിയിൽ കയറ്. അപ്പം നിൻ്റെ ലിഫ്റ്റ് ഞങ്ങൾ എന്തിനാ കയറുന്നത്? നീ ഒരു അപരിചിതനല്ലേ? അല്ല പിന്നെ. അവ വന്നോക്കാം, പോലീസിനെ കോൾ ചെയ്യണ. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളൊക്കെ മരിക്കാനുള്ളവരാ. നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് ഇത്ര തന്നെയാ ജീവിതം ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നേ. നിങ്ങളുടെ ആയുസ് കഴിഞ്ഞിരിക്കുക. ആഹാ, ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ വേണ്ടെന്ന്. ഇദ്യോ എല്ലാവരും വീഡിയോ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക,
സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ ലൈക്കും സബൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ കാണുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല. കാണുന്നവർ പോലും ലൈക്ക് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾ കണ്ട ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഗൈസ്. എനിക്ക് ഇത്രയൊക്കെ പറയാനായിട്ടുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ പാർട്ട് 2 റെഡിയാക്കുന്നത്. ആഹാ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇങ്ങനെയെങ്കിലും എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഇന്ന് പിടിച്ചോ. അല്ല പിന്നെ ഞാൻ അപ്പളെ പറഞ്ഞതാ, ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് കളിക്കുമ്പോൾ സൂക്ഷിക്കണടാ പെനി പൈസേ. ഇങ്ങനെ ഇരിക്കും. എൻ്റെ ചോപ്പിനെ നീ കൊന്നുവല്ലേ? നിന്നെ ഞാൻ അടിച്ച് എൻ്റെ ചോപ്പ് എവിടെയാന്ന് പറയടാ. ഞാൻ പറയില്ലടാ. നിന്നെ ഞാൻ തല്ലി തല്ലി കൊന്നുകളയും. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ വയ്യാതെയായി. എടാ മോനെ, ഞാൻ ഒരിക്കലും ചത്താലും പറയില്ല. നീ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും നിന്നെ രക്ഷിക്കാനും പോണുന്നില്ല. എൻ്റെ ചോപ്പിനെ ഞാൻ രക്ഷിക്കോടാ, നീ മാറിക്കോ. ഞാൻ അപ്പോളെ പറഞ്ഞതാ എൻ്റെ അടുത്ത് കളിക്കണ്ടായിരുന്നു. വണ്ടി വെച്ച് കയറ്റിയില്ലടാ നിൻ്റെ മേത്ത്. എവിടെയാ എൻ്റെ ചോപ്പ്? എൻ്റെ ചോപ്പ് പറയുന്ന കേൾക്കടാ. ഇത് നിൻ്റെ ഫ്രാങ്ക്ലിൻ ബായ് ആണ്, നീ മനസ്സിലാക്കണം. ആ ഫ്രെനി വൈസ് അത് നിൻ്റെ യജമാനനല്ല, ഞാൻ നിൻ്റെ യജമാനൻ. എൻ്റെ യജമാനൻ പെനി വൈസാണ്. എടാ ചോപ്പെ, നിനക്കൊന്നും മനസ്സിലാവും. നീ എന്നെ കണ്ട് കുറയ്ക്കില്ല ചോപ്പെ. ചോപ്പൊന്നും മനസ്സിലാക്കുന്നില്ല. ചോപ്പ് നമ്മളെ മറന്നു. എനിക്കിപ്പോ ചിരിച്ച് സഹിക്കാൻ പറ്റാത്ത. നിന്റെ പട്ടി നിന്നെ കണ്ട് കുരയ്ക്കുകയും നിന്നെ കണ്ട് കടിക്കുകയും. ചോപ്പെ, എനിക്ക് ചെയ്യാൻ പാടാത്ത കാര്യം എനിക്ക് ചെയ്യേണ്ട വരും. ഞാൻ നിന്നെയും തീർക്കേണ്ട വരും. കടിക്കല്ല ചോപ്പെ, പറയുന്ന കേക്ക്. ഓഹോ, ചോപ്പിനെ എനിക്ക് കൊല്ലണമെന്നില്ല. ചോപ്പെ, ഞാൻ പറയുന്ന കേക്ക്. ചോപ്പെ നീ മനസ്സിലാക്കണം ചോപ്പെ. ബൗ, നീ ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ മുതലാളിനെയാ വേണ്ടത്. എൻ്റെ മുതലാളി എൻ്റെ യജമാൻ എന്തെങ്കിലും പറ്റിയാണ്ടല്ലോ. ആടാ പെനി വൈസ്, നീ ഇത്ര അടിയിലൊന്നും ഞാൻ തളരില്ലടാ. എവിടെയാടാ നീ? എടാ കള്ള ക്ലൗണേ.